ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ നെതന്യാഹുവിനെ വിളിച്ച് നരേന്ദ്രമോദി ഭാരതത്തിന്റെ ആശങ്ക അറിയിച്ചു. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ. ഭാരതീയരുടെ സുരക്ഷയിൽ ആശങ്ക പങ്കുവച്ച് കേന്ദ്ര മന്ത്രിസഭാ സമിതി. പ്രവാസി സമൂഹത്തിന്റെ സുരക്ഷയിൽ ആശങ്കയുണ്ട്. അവശ്യ സഹായങ്ങൾ ലഭ്യമാക്കാൻ എല്ലാ മന്ത്രാലയങ്ങൾക്കും സമിതി നിർദ്ദേശം നൽകി. മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയാണ് പ്രത്യേക യോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തിയത്. നേരത്തെ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ പ്രധാനമന്ത്രിയും ആശങ്ക അറിയിച്ചിരുന്നു. നന്ദഗോപൻ വീണ്ടും ചേരുന്നു. നന്ദഗോപൻ, ഒന്ന് ഇടപെടുന്നു, രണ്ട് കരുതൽ, അല്ലേ? കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ്. ഇന്നലെ വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി CCS ചേർന്നത്. ഈ CCSൽ സുരക്ഷാ സമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം തന്നെ പങ്കെടുത്തു. ഒപ്പം തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഈ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമായും ഭാരതീയരുടെ സുരക്ഷയിൽ വലിയ ആശങ്കയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കഴിയുന്ന ഏകദേശം 97 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് പ്രാഥമിക പരിഗണന നൽകുന്നത്. മാത്രമല്ല, യുദ്ധം രൂക്ഷമായാൽ നാട്ടിലെത്തിക്കുവാനുള്ള കണ്ടിജൻസി പ്ലാൻ അഥവാ ഒഴിപ്പിക്കൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ സാമ്പത്തിക ആഘാതം അല്ലെങ്കിൽ ഈ യുദ്ധം പശ്ചിമേഷ്യയിലെ ഇങ്ങനെ തുടർന്ന് പോയാൽ അത് ഭാരതത്തിന്റെ സാമ്പത്തിക ആഘാതം അല്ലെങ്കിൽ ഭാരതത്തിന് ഏൽപ്പിക്കുന്നത് എത്രമാത്രമായിരിക്കും എന്നുള്ളത് അത് കൃത്യമായി ചർച്ച ചെയ്തു എന്നുള്ളതാണ്. ഇറാൻ അധികൃതർ ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയ സാഹചര്യം യോഗം കൃത്യമായി വിലയിരുത്തി. ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണത്തെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ധന സുരക്ഷ ഉറപ്പാക്കുവാനുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പശ്ചിമേഷ്യയിലെ വ്യോമപാതകൾ മിക്കവാറും അടഞ്ഞു കിടക്കുന്നതിനാൽ തന്നെ യാത്രക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. ഭാരതീയരായിട്ടുള്ള യാത്രക്കാർ നിരവധി വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. വലിയ ട്രാൻസിറ്റ് യാത്രകൾ UAE-യിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ ട്രാൻസിറ്റ് യാത്രകൾ തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ അത്തരം യാത്രക്കാരും പല വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ അത്തരം യാത്രക്കാരുടെ ഒരു സുരക്ഷയിലും അവരുടെ ഒരു പ്രശ്നങ്ങളിലും ഭാരതം ആശങ്ക വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വലുതാണ്. പരീക്ഷാ സമയമാണ്. പരീക്ഷ പലതും ഇതിനോടകം തന്നെ മാറ്റിവെച്ചു. 10ലെയും +2ലെയും ഒക്കെ തന്നെ UAE-യിൽ നടക്കാനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ച സാഹചര്യമുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുവാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പം ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ നയതന്ത്ര ചർച്ചകൾക്ക് നേതൃത്വം നൽകുവാനൊക്കെ തന്നെ ഭാരതം തയ്യാറാണ് എന്നുള്ളൊരു ആഹ്വാനം കൂടി ഇതിൽ നടത്തിയിട്ടുണ്ട്. നേരത്തെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാനും ഇസ്രയേലും തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി സംസാരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നലെ വൈകുന്നേരം ഇത്തരത്തിലൊരു യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, മുഴുവൻ പൗരന്മാർക്കും ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കഴിയുന്ന മുഴുവൻ പൗരന്മാർക്കും ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി വിവിധ മന്ത്രാലയങ്ങൾക്ക് കൂടി ഈ സുരക്ഷാ സമിതി നൽകിയിട്ടുണ്ട്. അതായത് ഒരു വശത്ത് കൃത്യമായി രാജ്യത്തിലുള്ളവർക്ക് സുരക്ഷ ഒരുക്കുക, മറുവശത്ത് മറ്റു രാജ്യങ്ങൾ തമ്മിൽ സമാധാനം പുലരുകയും സുരക്ഷിതമായി മുന്നോട്ട് പോവുകയും വേണം, യുദ്ധമല്ല പരിഹാരം എന്ന സന്ദേശം നൽകുന്നു നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും. അങ്ങനെ വേണ്ട കരുതാൻ തീർച്ചയായിട്ടും യുദ്ധം ഒന്നിനും പരിഹാരമല്ല, മറിച്ച് ശാശ്വതമായ ഒരു സമാധാനം കൈവരിക്കണമെങ്കിൽ അത് ചർച്ചയിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ള നിലപാട് ഭാരതം ഇതിനോടകം തന്നെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അധികാരികളുമായി പങ്കിട്ട് കഴിഞ്ഞു. അതിന് ഭാരതം നേതൃത്വം നൽകാമെന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 രാജ്യങ്ങളും ഇറാനാണേലും അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളൊക്കെ ആയാലും വലിയ നയതന്ത്ര ബന്ധം ഭാരതം ഈ രാജ്യങ്ങളുമായി കാത്തുസൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ പക്ഷം പിടിക്കുവാനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തോട് ചേർന്ന് നിൽക്കുവാനോ ഭാരതത്തിന് സാധിക്കില്ല. ഇത്തരമൊരു വിഷയത്തിൽ വളരെ നയതന്ത്രപരമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നീക്കത്തിലേക്കാണ് ഭാരതം കടന്നത്. അതായത് ചർച്ച എന്നുള്ളതാണ് ഭാരതം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫോർമുല. അത്തരം ചർച്ചകളിലൂടെ ഈ യുദ്ധം അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്നതാണ് പ്രധാനമായും ഭാരതം അത് ചർച്ച ചെയ്ത് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട്
ഇതിനോടകം ഇരു നേതാക്കളോടും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ നേതാക്കളോടും ഒക്കെ ഭാരതം ഇതിന് നയതന്ത്ര അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുള്ള കാര്യങ്ങൾ ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിനു പുറമെയാണ് സുരക്ഷാ സമിതി കൂടി, ക്യാബിനറ്റിന്റെ സുരക്ഷാ സമിതി കൂടി ചേർന്നുകൊണ്ട് ഈ യുദ്ധം, പശ്ചിമേഷ്യയിലുണ്ടായ ഈ അശാന്തി എങ്ങനെ ഭാരതത്തെ ബാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ നടത്തുകയും അങ്ങനെ ഭാരതത്തിന്റെ മറ്റ് സാമ്പത്തിക ഘടനയിലടക്കം അത് ഒരുപക്ഷെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ തന്നെ അതിന് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ വേണ്ടി ഇതിനോടകം തന്നെ നിർദ്ദേശിച്ചു. പ്രത്യേകിച്ച് ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഒരു വലിയ ഭാഗം പശ്ചിമേഷ്യയിൽ നിന്നാണ്. ഈ യുദ്ധം കാരണം വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടാൽ അത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുവാൻ വേണ്ടി കാരണമാകും. ഇത് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില വർധനവിനും അതുവഴി നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകും എന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തലുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഇന്ധനവില വർദ്ധിക്കാതിരിക്കുവാൻ വേണ്ടിയും ക്രൂഡ് ഓയിൽ യഥാസമയത്ത് യഥാ അളവിൽ കൃത്യമായി ഭാരതത്തിന് ലഭ്യമാക്കുവാനുള്ള നടപടികളും ഭാരതം നോക്കുന്നുണ്ട്. ഒപ്പം ഈ ഷിപ്പിംഗ് പാതകളിലെ സുരക്ഷ ഒരു വലിയ വെല്ലുവിളിയാണ്. ഈ ഹോർമുസ് കടലെടുക്ക് അത് ഇറാൻ അടച്ചൊരു സാഹചര്യം അത് ആഗോള വ്യാപാരത്തെ പൂർണ്ണമായും സ്തംഭിപ്പിക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ കപ്പൽ കൂലി അല്ലെങ്കിൽ ചരക്ക് കൂലിയൊക്കെ വർദ്ധിക്കാൻ അത് ഇടയാക്കുകയും അതേപോലെ തന്നെ ഇൻഷുറൻസിന്റെ കപ്പലുകളുടെ ഇൻഷുറൻസ് തുകയൊക്കെ വർദ്ധിപ്പിക്കാൻ അത് കാരണമാകുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ പ്രവാസികളുടെ ഒരു സാമ്പത്തിക സുരക്ഷ ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നു. ഈ യുദ്ധം രൂക്ഷമായാൽ ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന അത്തരം സാധാരണക്കാരെ അടക്കം ഗൾഫ് ജോലിയിൽ ഏർപ്പെടുന്ന പ്രവാസികളെ അത് കൃത്യമായി ബാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ അളവ് അത് കുറയും. കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ ഒരു സമ്പദ് വ്യവസ്ഥ ഇത് നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളും ചർച്ചയായി എന്നുള്ളതാണ്. പണപ്പെരുപ്പം ഇതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ ആ പണപ്പെരുപ്പവും ചർച്ചയാക്കി എന്നുള്ളതാണ്. അതായത് ഈ എണ്ണവിലയും ചരക്ക് കൂലിയൊക്കെ സ്വാഭാവികമായും വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് രൂപയുടെ മൂല്യം ഇടിയുന്നതിന് കാരണമാകുകയും ഓഹരി വിപണിയിൽ ഇതിനോടകം തന്നെ തകർച്ചയുണ്ടാകുന്നു. അത് കൂടുതൽ ആഘാതത്തിലേക്ക് വഴിവെക്കുമെന്നുള്ളതാണ് പ്രധാനമായും ഭാരതം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ സെക്യൂരിറ്റി കൗൺസിൽ വിശദമായി ചർച്ച ചെയ്ത് ഇത് ആവശ്യമായി തടയിടുവാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചു. കൃഷ്ണ.